ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഗാരേജിൽ വിശേഷങ്ങളായിട്ടാണ്. ഗാരേജിൽ വിശേഷങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളും പിന്നെ നടന്ന് പോയിട്ടുള്ള കുറച്ച് വർക്കുകളുടെ ഡീറ്റെയിൽസും പിന്നെ കുറച്ച് കമൻസിൻ്റെ റിപ്ലൈക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ 2022 തുടങ്ങിയപ്പോൾ നമുക്ക് ഒരുപാട് വണ്ടികൾ നമ്മൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കമൻസും കാര്യങ്ങളും വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഇത് പറയണില്ല എന്നുള്ളൊരു കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഈ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് സീറ്റ് വർക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നത്, ഇതേപോലുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള ഒരു വീഡിയോസ് ഞാനിപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ അതിൻ്റെ എമൗണ്ട്, ഞാനതിൽ എമൗണ്ട് പറയണില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സീറ്റിന് ഒരുപാട് എൻക്വയറി ഇപ്പോൾ വരുന്നുണ്ട്, ഒരുപാട് കോൾസ് വരുന്നുണ്ട് അത് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 42,000 രൂപയാണ് ആ ഒരു വണ്ടിക്ക് ആ ഒരു സീറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ആയത്. ഫുള്ളും അതിൻ്റെ മെറ്റീരിയലും ഫുൾ വർക്കും കാര്യങ്ങളും സെറ്റിംഗ് എല്ലാം അടക്കം 42,000 നമ്മൾക്ക് ആ ഒരു സീറ്റ് വർക്ക് ചെയ്യാനായിട്ട് വന്നത്. പിന്നെ ആ വണ്ടിക്ക് നമ്മൾ ഡാഷ്ബോർഡ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഫുള്ളായിട്ടുള്ള ഡാഷ്ബോർഡ് പെയിൻറ്റിങ്ങിന് 24-25 രൂപ ആ ഒരു റേഞ്ചാണ് നമുക്ക് ഫുള്ളായിട്ടുള്ള ഡാഷ്ബോർഡ് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. പ്രോപ്പറായിട്ട് വാഷ് ചെയ്യും, ഡിഗ്രീസർ അപ്ലൈ ചെയ്യും, പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കും, അണ്ടർ കോട്ട് അടിച്ച് ബേസ് അടിച്ച് മാറ്റ് ക്ലിയർ അടിക്കുന്ന രീതിയിലുള്ള വർക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മളുടെ പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ്. പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നോവ ഫുൾ പെയിൻറ്റിങ്ങിന് എത്രയാണ്, അതേപോലെ HCV ഫുൾ പെയിൻറ്റിന് എത്രയാണ്, ഓൾട്ടോ ഫുൾ പെയിൻറ്റിന് എത്രയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ ഒരു ഇന്നോവ ഫുൾ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 45,000 രൂപ, 45,000 നമ്മൾക്ക് ഒരു ഇന്നോവ ഫുൾ പെയിൻറ്റിങ് ചെയ്തിറക്കാനുള്ള ചാർജ് എന്ന് പറയുന്നത്. അതിൽ വണ്ടിക്ക് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ ചാർജ് വരും. അതേപോലെ തന്നെ ഇന്നോവമാരുള്ള വാഹനങ്ങളാണ് ഈ ഒരു കാറ്റഗറി പെട്ടത്. ഇപ്പോൾ HCV, സ്കോർപ്പിയോ കാര്യങ്ങളൊക്കെ ഇന്നോവമാരുള്ള വാഹനങ്ങളാണ്. പക്ഷേ ചില വാഹനങ്ങൾക്ക് വർക്കിൽ വ്യത്യാസങ്ങൾ വരാം. ചിലപ്പോൾ പാച്ച് വർക്ക് കൂടുതലാകുമ്പോൾ പെയിൻറ്റിൻ്റെ കോസ്റ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതേപോലെ തന്നെ ബോഡിയുടെ ഷേപ്പുകൾക്കനുസരിച്ച് വാഹനങ്ങളുടെ റേറ്റിലും വ്യത്യാസങ്ങൾ വരും കേട്ടോ. പിന്നെ സഡാൻ ടൈപ്പ് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഏകദേശം 35,000 രൂപ ആ റേഞ്ചാണ് പെയിൻറ്റിങ്ങിന് വേണ്ടി വരുന്നത്. ഓൾട്ടോ മാതിരിയുള്ള വാഹനങ്ങൾ, ചെറു ഹാച്ച് ബാക്ക് ടൈപ്പ് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം 22 രൂപ തുടങ്ങിയിട്ടുണ്ട്, 22, 23, പിന്നെ സ്വിഫ്റ്റ് വരുമ്പോൾ 27, അങ്ങനെ ഇപ്പോൾ i20 വരുമ്പോൾ 28, 30 ആ റേഞ്ചൊക്കെ അങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ പെയിൻറ്റിൻ്റെ ഏകദേശം ചാർജുകളും കാര്യങ്ങളൊക്കെ. ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റേറ്റിലും വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ ഒരു ഹാച്ച് ബാക്ക് എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു പോളോ ഫുൾ പെയിൻറ്റിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. ആ വണ്ടി ഫുൾ പെയിൻറ്റിങ്ങിനായിട്ട് വന്നപ്പോൾ നമുക്ക് ഫുൾ പെയിൻറ്റ് ഏകദേശം 28-30 രൂപയുടെ അടുത്താണ് ഫുൾ പെയിൻറ്റിങ് വരുന്നത്. പക്ഷേ ആ ഒരു വണ്ടിക്ക് ഫുള്ളായിട്ടുള്ള പാച്ച് വർക്ക് ഡെൻറ്റിങ് എന്ന് പറയുന്നത് 18,000 രൂപയുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ വരിക. അപ്പോൾ അത്രയ്ക്കും പാച്ച് വർക്ക് ഉണ്ട്, ഫുൾ പെയിൻറ്റിങ്ങും ഉണ്ട്, പ്ലസ് അതിൻ്റെ എന്തെങ്കിലും പാർട്സുകളും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും റേറ്റും കാര്യങ്ങളും വരും കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഓളോ നമ്മൾ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരുപാട് ദൂരെ നിന്ന് വന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡൽഹിയിൽ നിന്ന് നമ്മൾക്കിവിടെ വന്നതാണ്. എന്നാൽ ഡൽഹി മലയാളി തന്നെയാണ്, പക്ഷേ ആൾ ഡൽഹിയിൽ സെറ്റിൽഡാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ ഒരു വീഡിയോയിൽ നിങ്ങളെ അറിയിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്ന ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S-Cross ആണ്, 2016 മോഡൽ S-Cross ആണ് കേട്ടോ. ഈ ഒരു വണ്ടി നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഞാൻ ആന്ധ്രയിൽ വന്ന ഒരു വണ്ടിയാണ് കേട്ടോ, AP രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾക്ക് വരാണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്നോവ നമ്മൾ ചെയ്ത് കൊടുത്തിരുന്നു ഒരുപാട് നാൾ മുമ്പ്, ഏകദേശം ഒരു വർഷം മുമ്പ്. അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് ആൾ കോൺടാക്ട് ചെയ്തതാണ് ഈ ഒരു S-Cross ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമുക്ക് തിക്കും തിരക്കായതുകൊണ്ട് തന്നെ അപ്പോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇപ്പോഴത്തെ വണ്ടിയുടെ പൊട്ടി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. S-Cross 2016 2020 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ വർക്ക്. എല്ലാ പാർട്സുകളും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾക്കിപ്പോൾ ഫ്രണ്ട് ബോണറ്റ്, ഫ്രണ്ട് ബോണറ്റ്, ബമ്പർ, ഹെഡ്ലൈറ്റ്, ഗ്രില്ല് സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ സെപ്പറേറ്റ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു 2022 തുടങ്ങി ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഡെലിവറി ചെയ്യാൻ, നേരത്തെ നിങ്ങളോട് പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് ഇന്നോവകൾ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഗാരേജിൽ പിന്നെ വന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൊബൈലിയോ വന്നിട്ടുണ്ട്,
മൊബൈലിയോ എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ മൊബൈലിയോ. അത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമേശ്വരത്ത് നിന്ന് വന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഏകദേശം 550 കിലോമീറ്റർ അകലേന്ന് നമ്മളുടെ വ്ളോഗും അതേപോലെ തന്നെ നമ്മൾ ചെയ്ത വർക്കും കാര്യങ്ങളും കണ്ടിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഒരു വൈറ്റ് കളർ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി എന്ന് പറഞ്ഞാൽ റീസ്റ്റോറേഷനാണ്. ഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്യണം. അതേപോലെ തന്നെ പാച്ച് വർക്ക് ഉണ്ട്. ഇപ്പോൾ രാമേശ്വരം മാതിരിയുള്ള ഏരിയയിലുള്ള വാഹനങ്ങൾ കടലോരമാണ്. അപ്പോൾ ഉപ്പ് കാറ്റൊക്കെ ഉള്ള ഒരു ഏരിയ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഡോറിൻ്റെ താഴ്വശങ്ങളിലൊക്കെ ആയിട്ട് തുരുമ്പിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയും നമ്മൾക്ക് ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. പിന്നെ സീറ്റ് വർക്കിൻ്റെ ഒരുപാട്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ മാതിരി സീറ്റ് വർക്കിൻ്റെ ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്യണതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ എസ്ക്രോസ് തന്നെ അതെ ഇതിപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഇതിൻ്റെ പാർട്സ് ഇതൊക്കെ വന്നത്. അതേപോലെ പോളോനെ GT-യിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ഫോർച്യൂണർ ലെജൻഡറി കിറ്റ് വരുന്നുണ്ട്, അതിലേക്ക് മാറ്റാം. ക്രിസ്റ്റ നമ്മൾക്ക് പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ക്രിസ്റ്റ നമ്മൾക്ക് പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് ക്രിസ്റ്റ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജെന്യൂൻ പാർട്സ് തന്നെ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കാരണം അതിൻ്റെ AGP പാർട്സോ ആക്യുറേറ്റിൻ്റെ പാർട്സോ കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ക്രിസ്റ്റ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജെന്യൂൻ പാർട്സ് യൂസ് ചെയ്യേണ്ടി വരും. ഏകദേശം 55,000 രൂപയുടെ അടുത്താണ് ജെന്യൂൻ പാർട്സിൻ്റെ റേറ്റ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ 2018 മോഡലിനെ 2022, 2021 മോഡലിലേക്ക് ക്രിസ്റ്റനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മൾക്ക് വന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്സ് മാത്രം ഏകദേശം 55 രൂപയുടെ അടുത്ത് പാർട്സിന് റേറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഒരു മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ AGP പാർട്സ് അവൈലബിൾ ആവും. അപ്പോൾ ഇതിലും കുറഞ്ഞ റേറ്റിനും അവർക്ക് പാർട്സ് കിട്ടും. കുറഞ്ഞ റേറ്റിനും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമ്മളുടെ ഗ്യാരേജിൽ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഗ്യാരേജിൽ നടക്കുന്ന വർക്കുകൾ ഇന്നോവയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇടണത് കുറവാണ്. വേറെ നല്ല ഒരുപാട് ഇന്നോവയുടെ വീഡിയോ ആകുമ്പോൾ ചില ആൾക്കാരുടെ കമൻസാണ് ഇന്നോവ തന്നെ ഉള്ളൂ എന്നുള്ളത്. നമ്മൾ വരുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ വീഡിയോയിൽ ഇടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ വാഹനങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഇന്നോവ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് ഈ ഒരു നമ്പറിൽ കോൾ ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. കാരണം പല വണ്ടികൾക്കും പല റേറ്റ് ആയിരിക്കും. അത് നമ്മൾക്ക് ഒരു ഫിക്സഡായിട്ട് നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പം നിങ്ങളുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞാലാണ് നമ്മൾക്ക് അതിൻ്റെ വർക്ക് എത്രത്തോളമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വണ്ടി കൊണ്ട് അതിന് കാണിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒരു നമ്മുടെ എസ്റ്റിമേറ്റ്, ഒരു അപ്രോക്സിമേറ്റ്ലി എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതുമാണ് കേട്ടോ. ഇപ്പോൾ വണ്ടിയുടെ ഫുൾ പെയിൻറ്റിങ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എസ്റ്റിമേറ്റ് ഫുൾ പെയിൻറ്റിൻ്റെ പറയും. പിന്നെ വണ്ടി ബോഡി കണ്ടതിന് ശേഷമാണ് എത്രത്തോളം ആകുമെന്ന് നമ്മൾ പറയുള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റിനെ പറ്റിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് കാപ്സിയുടെ പെയിൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യണത്. അത് നമ്മൾ ഗ്യാരേജ് തുടങ്ങുന്നത് മുതൽ ഇതുവരെ നമ്മൾ കാപ്സി പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഡൂപ്പോൺ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാർക്കറ്റിലുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് കാപ്സി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതുവരെ ചെയ്തിട്ട് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ബ്രാൻഡാണ് കാപ്സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. നമ്മൾക്കിപ്പോൾ കമൻറ്റ്സ് ബോക്സിൽ വരുന്ന മറ്റൊരു കമൻറ്റാണ് നമ്മളിപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ RTOൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ RC ബുക്കിൽ അത് കൈയോടെ തന്നെ ചേഞ്ച് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയുടെ കളറ് ഗ്രേ കളറാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ അത് ചേഞ്ച് ചെയ്യണം, വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്യണം. നമ്മൾ പെയിൻറ്റിങ് കാര്യം അടിച്ചതിന് ശേഷം, സാധാരണ എല്ലായിടത്തും എങ്ങനെയാണ്, പെയിൻറ്റിങ് കാര്യം അടിച്ചതിന് ശേഷം നമ്മൾ ഒരു ഏജൻറ്റിനെ ബന്ധപ്പെടാം. നമ്മളിപ്പോൾ ഇന്ന കളറായിരുന്നു, അത് ഇന്ന കളറിലേക്ക് ചേഞ്ച് ചെയ്യണം, നമ്മൾ അപേക്ഷ വയ്ക്കാം. അപേക്ഷ വെച്ചതിന് ശേഷം നമ്മൾ RTOനെ കൊണ്ട് കാണിക്കേണ്ടതായിട്ട് വരും നമ്മളുടെ വണ്ടി. അത് കാണിക്കാം. അപ്പോൾ RTOക്ക് ബോധ്യപ്പെടും ഇന്ന കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ RTO അത് നമ്മളുടെ പേപ്പർ സബ്മിറ്റ് ചെയ്യുകയും പേപ്പർ പിന്നീട് ആ മാറിയ കളറിലേക്ക് തപാൽ വഴി നമ്മളുടെ വീട്ടിലേക്ക് എത്തും. ഇതാണ് ഒരു നോർമൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ പിന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പെയിൻറ്റ് അടിച്ചതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് അടിക്കും മുമ്പ് നമ്മൾ RTO ആയിട്ട് ബന്ധപ്പെടാം, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പോകണമെന്നുള്ളത് പറയാം. അപ്പോൾ അതിന് ശേഷം അപേക്ഷ വെച്ചേക്കാം. അതിനുശേഷം പെയിൻറ്റ് അടിച്ചതിന് ശേഷം വണ്ടി കൊണ്ട് കാണിക്കാം. ഇതേപോലെ തന്നെ നമ്മൾ പേപ്പർ ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഏതൊരു വണ്ടിയും പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് RC ബുക്കിൽ എന്തായാലും ചേഞ്ച് ചെയ്തിരിക്കണം.
ഓക്കെ. പക്ഷേ നമ്മൾക്കിപ്പോൾ വൈറ്റാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്, അത് പേൾ വൈറ്റിലേക്ക് ആക്കി എന്നുണ്ടെങ്കിൽ വൈറ്റിൽ നിന്നാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതും കൂടി പറഞ്ഞേക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു നമ്മളുടെ ഗ്യാരേജിലെ വിശേഷങ്ങളും അതേപോലെ തന്നെ കുറച്ച് കമൻസിൻ്റെ റിപ്ലൈയും അതേപോലെ നമ്മളുടെ കുറച്ച് എമൗണ്ട് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൺവേർഷൻ ആയാലും പെയിൻറ്റിങ് ആയാലും റീസ്റ്റോറേഷൻ ആയാലും ഏത് വർക്കായാലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഥവാ പാർട്സിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ബോഡി പാർട്സ് കൺവേർഷൻ പാർട്സിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതായാലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. ബെസ്റ്റ് ക്രോസ്, പോളോ, അതേപോലെ മൊബൈലിയോ, പിന്നെ ഒരുപാട് വേണ്ടിയുള്ള സീറ്റ് വർക്കുകൾ, ഇതൊക്കെ വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും. ഇപ്പോൾ 1 lakh ആവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 1 lakh അവൻ ഏകദേശം 4000-ഓളം സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഷെയർ ചെയ്താലേ നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും